ഇതൊരു തോറ്റ കഥയാണ്. ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിൽ 6 വർഷം മുമ്പ് നടന്ന കലാപ കേസുകളിൽ മുഴുവൻ ഇരകളും തോറ്റമ്പിയ കഥ. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ തന്നെ അപൂർവമായ തോൽവി. വീണ്ടും വീണ്ടും തോൽപ്പിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ പരാജയഗാഥ. ഓഗസ്റ്റിലാണ് മുസഫർ നഗർ കലാപത്തിൻ്റെ തുടക്കം. ജാട്ട് വിഭാഗക്കാർ മുസ്ലിം ഗ്രാമങ്ങളെ ഏകപക്ഷീയമായി ആക്രമിക്കുകയായിരുന്നു. വളരെ ആസൂത്രിതമായ ആക്രമണം, ഒരു തരത്തിൽ വംശഹത്യ. കലാപത്തിൽ 65 പേരാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റു. ലക്ഷങ്ങളുടെ നാശനഷ്ടം. 2 ജാട്ട് യുവാക്കളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പൊതുവെ ഹിന്ദു മുസ്ലിം സൗഹൃദമുള്ള നാടാണ് മുസഫർ നഗർ. ഇന്ത്യ പാക് വിഭജനമുണ്ടായപ്പോൾ ഇവിടെ നിന്ന് അധികമാരും പാകിസ്ഥാനിലേക്ക് പോയില്ല. കവാൽ ഗ്രാമത്തിലെ ഷാനവാസ് എന്ന ചെറുപ്പക്കാരൻ ഒരു ഹിന്ദു പെൺകുട്ടിയെ കളിയാക്കിയതാണ് കലാപത്തിന്റെ ഹേതു. ഏതു ഗ്രാമത്തിലും നടക്കുന്ന ഒരു സാധാരണ സംഭവം. എന്നാൽ ഏതു കലാപത്തിലും ഉണ്ടാകുന്നത് പോലെ കിംവദന്തികൾ പരന്നു. ലവ് ജിഹാദിന്റെ ഭാഗമാണിതെന്നായിരുന്നു സന്ദേശങ്ങൾ. പെൺകുട്ടിയെ കളിയാക്കിയതിനെ സഹോദരന്മാർ സച്ചിൻ സിംഗും ഗൗരവ് സിംഗും ചോദിക്കാൻ ചെന്നു. ഷാനവാസ് കൊല്ലപ്പെടുന്നു. തുടർന്ന് സംഘർഷം. സച്ചിനും ഗൗരവും കൊല്ലപ്പെടുന്നു. ഇതിനിടെ തൽപരകക്ഷികൾ രംഗം ഏറ്റെടുക്കുന്നു. दंगे की शुरुआत हुई 5 तारीख में एक पंचायत हुई ग्राम लिसाड़, जो हमारा विलेज है, हमारा गांव है। और 5 तारीख में ये हुआ कि मुस्लिमों को जान से मार दिया जाए या तो फिर पाकिस्तान भेज दिया जाए। वो छोटी पंचायत थी, उसको छोटे विलेज लेवल पे उसको ख़त्म कर दिया गया, कोई बात नहीं। फिर अगली जो पंचायत हुई वो 7 तारीख में पंचायत हुई मंदोड़ पंचायत। मंदोड़ पंचायत में संगीत सोम, संजीव बालियान और अमित शाह वगैरह और हुकम सिंह, जो यहाँ के दिग्गज नेता है भाजपा के, वो लोग वहाँ पे इकट्ठा हुए। उन्होंने नारे लगाए, या तो मुस्लिम जाओ पाकिस्तान या जाओ कब्रिस्तान। ശേഷം വർഗീയ കലാപം. ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് 2 മാസം നീണ്ടുനിന്ന കലാപം. 65 മരണം, 45 പേർക്ക് പരിക്ക്, 50,000 പേർ നാടുവിട്ടു, അഭയാർത്ഥികളായി. നാടുവിട്ടവർ തുറസായ സ്ഥലങ്ങളിൽ ടെന്റുകളിൽ കഴിഞ്ഞു. അതിശൈത്യത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 35 പേർ മരിച്ചു. സർക്കാർ 13 ഗ്രാമങ്ങളെ കലാപബാധിത ഗ്രാമങ്ങളായി പ്രഖ്യാപിച്ചു. ഇത് 200ഓളം വരുമെന്ന് നാട്ടുകാർ. അന്ന് സമാജ്വാദി പാർട്ടി നേതൃത്വത്തിലുള്ള അഖിലേഷ് യാദവിന്റെ സർക്കാർ. സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനത്തിനിരയായി ഗവൺമെന്റ്. പിറ്റേ വർഷം തെരഞ്ഞെടുപ്പ്. വർഗീയ ധ്രുവീകരണം ശക്തമായി. മുസഫർ നഗറിൽ BJP, സംസ്ഥാനത്ത് BJPയുടെ യോഗി സർക്കാർ, കേന്ദ്രത്തിലും BJP. മുസഫർ നഗർ കലാപ കേസിൽ ഇരകളായ മുസ്ലിമുകൾ മുഴുവൻ കേസിലും തോറ്റു. കോടതി എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. സംസ്ഥാന സർക്കാരാണ് ഇവിടെ ഇരകൾക്ക് വേണ്ടി വാദിക്കുന്നത്. ഭൂരിഭാഗം സാക്ഷികളും കൂറുമാറി. കൃത്യമായി അന്വേഷണം നടത്താതെയും തെളിവ് ശേഖരിക്കാതെയും പോലീസ് ഇവിടെ കൂട്ടത്തോൽവിക്ക് കൂട്ടുനിന്നു.
जो केस विड्रा कर रहे हैं वो, उससे उन्हें पॉलिटिकल फ़ायदा है, उसमें उन्हीं के लोग फंसे हुए हैं भाई। उसमें ज़्यादातर सब हिंदू एक्यूज़ हैं, मुसलमान तो हैं नहीं। और जिस तरह का इस वक्त यहाँ वो चल रहा है, उसमें तो उन्हें फ़ायदा है स्टेट को कि भाई हमने तुम्हारी मदद कर दी। हाँ, तो रिपोर्ट जाती है साहब ये इनोसेंट थे। മൂന്ന് തരം കേസുകളാണ് മുസാഫർ നഗർ കലാപവുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന് കൊലപാതകങ്ങൾ, 2 ബലാത്സംഗങ്ങൾ, 3 കൊള്ളയും കൊള്ളിവെപ്പും. അങ്ങനെ 100-ലധികം കേസുകൾ. മുസാഫർ നഗറിലെ വിവിധ കോടതികളിലുള്ള 40 കേസുകളാണ് തള്ളിയത്. നഷ്ടപരിഹാര കേസുകളിലാണ് ഏറ്റവും കൂടുതലും അട്ടിമറി നടന്നത്. പലർക്കും കേസിന്റെ അവസ്ഥ എന്തെന്ന് അറിയില്ല. കേസ് തള്ളിപ്പോയതുപോലും അറിയില്ല. ചിലർ പരാതി പറഞ്ഞിട്ടും എഴുതി നൽകിയിട്ടും പോലീസ് കേസെടുത്തിട്ടില്ല, അന്വേഷണം പോലും നടത്തിയിട്ടില്ല. ഇരകൾക്ക് മാത്രമാണ് നഷ്ടം. നാടും വീടും നഷ്ടമായവർ, മറ്റു നഗരങ്ങളിൽ പോയി കൂലിപ്പണിയും തെരുവു കച്ചവടവും നടത്തി ജീവിക്കുന്നവർ. അഖിലേഷ് യാദവ് സർക്കാരിന്റെ കാലത്താണ് കലാപം. കേസ് അന്വേഷിക്കുന്നത് BJP സർക്കാരും. കാരണം വ്യക്തം, പ്രതികളെ പരസ്യമായി പിന്തുണച്ചവരാണ് ഇപ്പോഴത്തെ നേതാക്കൾ. തെളിവില്ലെന്ന കാരണത്തിൽ കേസ് തള്ളിയ അതേ കോടതിയിൽ നിന്ന് പക്ഷേ കഴിഞ്ഞ ഫെബ്രുവരിയിൽ മറ്റൊരു വിധി വന്നു. അത് മുസ്ലിങ്ങൾ പ്രതികളായ കേസുകളായിരുന്നു. അതിൽ കൃത്യമായി വിചാരണ നടന്നു. പോലീസ് കണിശമായി അന്വേഷിച്ചു, തെളിവുകൾ ശേഖരിച്ചു. പ്രോസിക്യൂഷൻ സാക്ഷികളെയും പ്രതികളെയും ക്രോസ് വിസ്താരം നടത്തി. എല്ലാം കൃത്യം. 7 പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. ഇതാണ് മുസാഫർ നഗർ കേസുകളുടെ അട്ടിമറിയുടെ സ്വഭാവം. മുസാഫർ നഗർ സംഭവവുമായി ബന്ധപ്പെട്ട് എണ്ണത്തിൽ കൂടുതലുള്ളത് കലാപ കേസുകളാണ്. വീടും സ്വത്തും നശിപ്പിക്കപ്പെട്ട കേസുകൾ. എന്നാൽ പോലീസ് ഭൂരിഭാഗം കേസുകളും മുക്കി. ഇത് കലാപത്തിൽ ഇരയായവരെ പുനരധിവസിച്ച ഫലായിം കോളനിയാണ്. ഇവിടെയുള്ള ഭൂരിഭാഗം പേർക്കും നയാ പൈസ കിട്ടിയിട്ടില്ല. നഷ്ടപരിഹാര കേസുകൾക്ക് ഒരു മാറ്റവുമില്ല. കേസ് നടത്തി ഇരകൾ മടുത്ത മട്ടാണ്. 6 വർഷമായി കോടതിയിലേക്ക് പോക്കും വരവും കോടതി ഫീസും വക്കീൽ ഫീസുമായി ഇവർ മുടിഞ്ഞു. കിലോമീറ്ററുകൾ താണ്ടി കോടതിയിലെത്തി ഒരു ദിവസം മുഴുവനും കാത്തിരിക്കണം. തിന്നാനും കുടിക്കാനും കിട്ടില്ല. ചിലപ്പോൾ അവിടെ എത്തുമ്പോഴാണ് പ്രോസിക്യൂട്ടറെ മാറ്റിയ വിവരം അറിയുന്നത്. പിന്നെ കേസ് ആദ്യം മുതൽ തുടങ്ങണം. उस टाइम पे पुलिस भी कानून भी सब सहयोग थे. आज कोई सहयोग नहीं है. यहाँ अगर के जो नेता है, बड़े बड़े नेता है वे इन केसों को दबा दे, हमारी कोई सुनवाई नहीं है. हम कचहरी में भी गए 1-2 दफ़ा, किसी पे से उधार लेकर गए, कचहरी में भी गए, तो हमारे लेकर कांस्टेबल से और मजिस्ट्रेट तक कोई सुनाई नहीं है. कोई नहीं सुनता हमारी और धक्के देते. घर का तो सारा ही सामान लूट मार हो गया था. सारों में जो बचा था उसमें आग लगा दी थी उन्होंने. जैसे घरों में आग लगा दी थी, आगजनी कर दी थी. और जो मोटरसाइकिल वगैरह थी वे भी हमारी वे भी जला दी थी. और फिर बाद में मकान के भी छत भी तार ले गए थे, पाड़ ले गए थे. ये बोल रहे हैं कि हमने दे दिया तुम्हें, हमें तो मिला नहीं. यानी तुम्हारे पिताजी को दे दिया मुआवजा, यानी वो पैसा जो है तुम्हारे बाप को दे दिया पिताजी को. और बाप मरे 50 बरस गुजर गए. हमने मृत्यु प्रमाण पत्र सारी चीज़ हमने ला कर खड़ी कर दी, वो भी हमने दे दिया. मगर देखो ये चीज़ हमारे पास सारे प्रूफ हैं. क्या कहाँ किसे दे दिया, या फिर वो तुमने जिसे दिया होगा उसकी तुम्हारे पास ID तो होगी, बैंक खाता होगा, किस आधार पर दिया नाम है बता. കലാപത്തിന്റെ മറവിൽ നടന്നത് വൻ കൊള്ളയാണ്. പണവും ആഭരണങ്ങളും രേഖകളും നഷ്ടപ്പെട്ടു. കലാപ മേഖലയിൽ നിന്ന് മുഴുവൻ ആളുകളും ഓടിപ്പോയി. സ്വത്തുവകകൾ അനാഥമായി.
65 പേരാണ് കലാപത്തിൽ കൊല്ലപ്പെട്ടത്. ഇത് സർക്കാരിൻ്റെ കണക്ക്. 200-ലധികം വരുമെന്ന് അനൗദ്യോഗിക കണക്കുണ്ട്. കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും പെടും. 13 പേരുടെ ജഡം ഇനിയും കണ്ടെത്താനായിട്ടില്ല. കൊലപാതക കേസുകളിൽ നടന്ന അട്ടിമറി രാജ്യത്തെ നീതിന്യായ ചരിത്രത്തിലെ തന്നെ കറുത്ത ഏടുകളായിരിക്കും. 65 പേർ മരിച്ചെങ്കിലും മുഴുവൻ കേസുകളും വിചാരണയ്ക്ക് വന്നില്ല. വന്ന കേസുകളിൽ പോലീസിന്റെ കള്ളക്കളി വ്യക്തമാണ്. കള്ളസാക്ഷികളെ ഹാജരാക്കുക, തെളിവുകൾ ഹാജരാക്കാതിരിക്കുക, മരണമൊഴി രേഖപ്പെടുത്താതിരിക്കുന്നത് മുതൽ പോലീസ് അട്ടിമറി തുടങ്ങി. സ്വന്തം പിതാവിനെ കൺമുന്നിൽ വെച്ച് വെട്ടിക്കൊന്നതിന് സാക്ഷിയായ മകന്റെ മൊഴി വരെ പോലീസ് കൃത്രിമം നടത്തി. तो खुले कुआड़ छोड़कर अपनी जान बचा कर ऊपर चढ़ गए थे। घर थे, कई घर थे, सब ऊपर थे। आज वो कुंबे का ही था जो उनसे मारा, जेठ लगा था हमारा। एक लोहार का था वो आंसू, बहुत कहा तब नीचे आ जाओ, तब चाह कहो वहीं छोड़ कावेंगे। मारने के ना की तैयारी थी उनकी, ये नीचे आवेंगे तब मारो। नीचे नहीं उतरे। हाँ, सरकार की सहायता के अति सरकार की कोई सहायता नहीं आई। पड़े इन घरों में पड़े। मैं तो ऐसा सोचता हूँ कि जस्टिस जो है हिंदुस्तान का वो बेस करता है एविडेंस पे, और जब एविडेंस वाला ही अपने हॉस्टाइल होता है तो हाउ जस्टिस कैन बी गिवन। कोर्ट भी कुछ नहीं कर सकती, पुलिस भी कुछ नहीं कर सकती। अब वो किस तरह टूट रहे हैं, गवाह हॉस्टाइल हो रहे हैं, उसके पीछे बहुत से रीज़न है. ബലാത്സംഗ കേസുകൾ 7 ഇത് പരാതിയുമായി രംഗത്ത് വരാൻ ധൈര്യം കാണിച്ചവർ നൽകിയത്. ലൈംഗിക അതിക്രമങ്ങൾ അനവധി, പലതും പുറത്തു വരാത്തത്. കൂട്ടബലാത്സംഗ കേസുകളിലാണ് കൊടും ചതി. 3 മാസം കഴിഞ്ഞാണ് ഇരകളെ വൈദ്യപരിശോധന തന്നെ നടത്തിയത്. ഇതോടെ പ്രധാന തെളിവുകൾ നഷ്ടമായി. നീതിക്ക് നിരക്കാത്തതാണിത്. വൈദ്യപരിശോധന നടത്തിയ കേസുകളിൽ പോലും പലപ്പോഴും ഡോക്ടർമാരെ കോടതിയിൽ ഹാജരാക്കിയില്ല. പല ഇരകളും കേസിൽ മൊഴി മാറ്റി. കടുത്ത ഭീഷണി കാരണം, അല്ലെങ്കിൽ ദാരിദ്ര്യം കാരണം. बलात्कार का केस है तो ये 5-7 केस थे। ये कुछ केस तो उठा लिए गए, डर है ना, लोगों ने डर के मारे उठा लिए। इन लोगों का दबाव रहता है। वारंट होने के बाद भी कोई परेशानी नहीं। परेशानी है तो हम लोगों को है। उनके तो लोग बहुत है, मंत्री संतरी, तो हमारा कोई नहीं है। हमारी सुनने वाला कोई लोग नहीं है इधर, कहीं भी नहीं है। हमें कुछ दिखाई नहीं देता, आवाज़ दबा देते हैं हम लोगों की, सुना ही नहीं होता। सरकार इनकी, पुलिस इनकी, सब इनका ही हो रहा, हमारा कुछ नहीं है। हाँ भैया, इस दंगे में मेरा आ गई थी, हल्की फुल्की चोट आ गई थी। फिर मैं प्रेग्नेंट थी, ऑपरेशन से फिर मेरा बच्चा हुआ था, वो भी एक्सपायर हो गया था। जैसे भाग दौड़ नीची और ऐसे वैसे किसी के हाथ पैर या गिर गए, इस तरीके से हो गया था। तो वो बच्चा भी मेरा एक्सपायर हो गया था, ऑपरेशन से हुआ था। वो पूरा टाइम था ना, तो बस उसमें भीड़ भड़क के मैं भाग दौड़ में इतना ध्यान किसी ने रखा नहीं, और वैसे ही हुआ। फिर चोट लग गई, इस तरीके से हो गया वो। എന്താണ് മുസഫർ നഗർ കലാപക്കേസിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂട്ടത്തോൽവി? എങ്ങനെയാണ് ഇരകൾ കേസിന്റെ എല്ലാ മേഖലകളിലും തോറ്റുപോയത്? അതെ, ഭയമാണ് ഓരോ ഇരകളുടെ മുഖത്തും. കോടതിയും പോലീസും ഭരണകൂടവും ഒരേ തരത്തിൽ പെരുമാറുമ്പോൾ എങ്ങനെ ഭയക്കാതിരിക്കും? പോരെങ്കിൽ എതിർത്തവരുടെ അനുഭവം ഇതാണ്. കൊലപാതക കേസിൽ സാക്ഷിയായ അഷ്ബാബ് എന്ന ചെറുപ്പക്കാരൻ്റെ.
पैसे का लालच दे के तोड़ रहे हैं, और कुछ इंटिमिडेशन भी है, थ्रेट भी है। कोई सिक्योरिटी तो उनकी है नहीं, और जो वो है वो अपना पैसे से टूट रहे हैं, पैसे ले लेके दे रहे हैं। मतलब वो समझ रहे हैं ना कि उनके तो मर गए, जो मिल रहा है गवर्नमेंट से मिल गया, इनसे भी ले लो। अब तो कोर्ट ही खाली बहुत दिनों से। बल्कि अभी जो मैं बता रहा था आपसे कि 2 भाई मार दिए थे उसके, और मुद्दई ने रिपोर्ट लिखाई थी, उसका भी मर्डर हो गया। और वो कल डिस्ट्रिक्ट जज ने उस केस को ट्रांसफ़र किया है डीजे फर्स्ट के यहाँ। कोर्ट खाली थी तो कल ही ट्रांसफ़र किया उसे। बस क्यों कहते जी हमारे पास कोई जवाब नहीं है, क्यों नहीं तो हम लिखे पड़े हैं, नहीं हम इस बारे को जानते। कोई हमारे हाथ में पर्चा दे दा, उसे लेकर चले जा। एक वह FIR मेरे पास रखी है, तो मोहर भी लग रही, थाने की मोहर भी लग रही। अच्छा, तो कोई कार्रवाई नहीं करता। वकील से भी मिले हम, वकील भी हम आवे की इधर उधर की बातें बता दे, कोई सुनाई नहीं है किसी भी तरह की, कहीं भी कोई सुनाई नहीं है। तो ये तो लोग कम से कम एक परिवार 20 साल पीछे आ गया है। अभी उस कंडीशन में आने में इनको 20 साल लगेगा, जो कंडीशन गांव में थी हमारी। अब ये वो आने में हमको 20 साल और इंतज़ार करना पड़ेगा, और 20 साल इंतज़ार करेंगे इतना में एज ख़त्म हो जाएगी, एज बुढ़ापे की तरफ आएगी। बुढ़ापे में क्या कर सकता है? ഇരകൾക്ക് ഒരു തരത്തിലും നീതി ലഭിക്കരുതെന്ന് വാശിയുള്ളതുപോലെയാണ് മുസാഫർ നഗർ കലാപ കേസുകൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ജില്ലാ കോടതി വിധിക്കെതിരെ അപ്പീൽ പോകില്ലെന്ന സർക്കാർ തീരുമാനം അതിന്റെ ലക്ഷണമാണ്. ये तो स्टेट काउंसिल बताएगा क्यों नहीं कर रहे, या कर रहे हैं वो भी लिख देते होंगे कि ऑल द विटनेसेस आर हॉस्टाइल। क्या होगा अपील में? ये केसेस मुजफ्फरनगर रह के नहीं लड़े जा सकते। जब से ये सरकार आ रही बहुत परेशानी रहती है, कारोबार भी ख़त्म हो गया हम लोगों के। और जैसा मुफ्ती लोग, हमारे मौलाना लोग कहीं नमाज पढ़ाने जाते हैं या कहीं काम कर रहे, जैसे सफ़र में जा रहे हैं 10-20 किलोमीटर में पढ़ाने जाते हैं, उनकी गैल भी मार पिटाई रहती है। यहाँ बहुत प्रॉब्लम रहती है, दिक्कत ही दिक्कत है। हमारे पास एक गनर था, गनर भी हटा लिया पहले ही, वो सुप्रीम कोर्ट ने दिया था हमको, तो उसको भी हटा लिया गया यहाँ से। सुनाई नहीं की, हमने कई जगह एप्लीकेशन भी लगाई, लेकिन कोई सुनाई नहीं है। आज भी हमें तो उनसे डर लगता है भाई, जो सरकार भी उनका कुछ नहीं कर सकती, तो हम क्या करेंगे? चुप के होकर अपने घर बैठे। किसी पुलिस को, किसी अधिकारी को हम कोई बात कहे तो हमारे मुंह पे तो कहता है हाँ करेंगे, मतलब कुछ नहीं। ഭയം ജനിപ്പിക്കലാണ് ഫാസിസത്തിൻ്റെ ഒരു ആയുധം. ഭയപ്പെടുത്തിയും വിരട്ടിയും എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കൽ. ഇതൊരു സൂചന മാത്രമാണ്. അതാണ് മുസാഫർ നഗർ കേസുകൾ നൽകുന്ന സന്ദേശം.